ഈ കഥയിലെ നായികയായ ലോറ ഒരു ജേർണലിസ്റ്റ് ആണ്. ദി ഗാർഡിയൻ പത്രത്തിലെ അവാർഡ് നേടിയ റിപ്പോർട്ടറാണ് അവൾ. ഒരു NGOയിലെ അഴിമതി പുറത്തു കൊണ്ടുവന്നതിന് ഓഫീസിലെത്തിയപ്പോൾ സഹപ്രവർത്തകർ അവളെ അഭിനന്ദിക്കുന്നു. തന്റെ ലാപ്പ് തുറന്നപ്പോഴാണ് അവൾ ഒരു മെയിൽ വന്നത് ശ്രദ്ധിക്കുന്നത്. സമ്പന്നരായ ലിൻസ്റ്റാഡ് ഫൗണ്ടേഷനിൽ നിന്നുള്ള ഒരു ക്ഷണമായിരുന്നു അത്. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. അവളുടെ ബോസ് റോവൻ അവളെ മുറിയിലേക്ക് വിളിപ്പിച്ചു. NGO കേസിലെ രഹസ്യ വിവരം തന്ന ആളെ അവർ മുക്കിക്കൊന്നു. ഇത് കേട്ട് ഷോക്കായി പോയ ലോറയോട് കുറച്ചുനാൾ അവധിയെടുക്കാൻ റോവൻ ആവശ്യപ്പെട്ടു. എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്നും തനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാനാണ് താല്പര്യമെന്നും അവൾ പറയുന്നു. അവൾ തനിക്ക് കിട്ടിയ ക്ഷണത്തെക്കുറിച്ച് റോവനോട് പറയാൻ തുടങ്ങി. നോർവീജിയൻ കപ്പൽ ശൃംഖലയുടെ ഉടമയാണ് സമ്പന്നരായ ആൻ ലിൻസ്റ്റാഡും ഭർത്താവ് റിച്ചാർഡും. ആൻ ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് ഇപ്പോൾ അതിന്റെ 4ാമത്തെ സ്റ്റേജിലാണ്. അവർ തങ്ങളുടെ പുതിയ ആഡംബര കപ്പലിൽ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ വേണ്ടിയുള്ള 3 ദിവസത്തെ ഒരു യാത്ര നടത്തുന്നുണ്ട്. നോർവേയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി ഫംഗ്ഷനിലേക്കാണ് ഈ യാത്ര. ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ക്ഷണമായിരുന്നു അവൾക്ക് ലഭിച്ചത്. ഇതൊരു നല്ല മാറ്റമായിരിക്കുമെന്ന് ലോറ റോവന് ഉറപ്പു നൽകുന്നു. അടുത്ത ദിവസം ഒറോറ ബോറിയാലിസ് എന്ന ആഡംബര കപ്പലിൽ ലോറ എത്തുന്നു. അകത്തേക്ക് കയറും മുമ്പ് ചെരിപ്പൂരി വെക്കണം. കാർല എന്ന സ്റ്റുവാർഡ് അതാണ് ലോറയോട് ആദ്യം ആവശ്യപ്പെട്ടത്. അവിടെ വെച്ച് അവൾ ആദം സദർലാൻഡ് എന്ന ധനികനെ പരിചയപ്പെട്ടു. ലോറയ്ക്ക് ക്യാബിൻ 8ഉം ഡോക്ടർ റോബർട്ടിന് ക്യാബിൻ 2ഉമാണ് അനുവദിച്ചിരിക്കുന്നത്. ആനിന്റെ ഡോക്ടറാണ് റോബർട്ട്. പിന്നീടാണ് അവൾ മറ്റൊരു കാര്യം കണ്ടത്. താൻ റിപ്പോർട്ട് ചെയ്യാൻ വന്ന അതേ പരിപാടിയുടെ ഫോട്ടോ എടുക്കാൻ അവിടെ എത്തിയിരിക്കുന്നത് തന്റെ മുൻ കാമുകനായ ബെൻ ആണ്. ഇവർ മുമ്പ് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ്. അയാൾ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ലോറ അവനെ ഒഴിവാക്കി അവിടുന്ന് മാറിക്കളഞ്ഞു. അതിഥികൾ അവരുടെ ക്യാബിനുകളിലേക്ക് പോകുമ്പോൾ ലോറയെ ആദം മെയ്ഫെയറിലെ ആർട്ട് മ്യൂസിയം നടത്തുന്ന ഹെയ്ദിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഹെയ്ദിയുടെ ഭർത്താവാണ് തോമസ്. ഇതിനുശേഷം ലോറ തന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. കപ്പൽ ഇപ്പോൾ നോർവേ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോറ തന്റെ ബാൽക്കണിയിൽ നിന്ന് കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്തുള്ള ബാൽക്കണിയിൽ നിന്ന് കത്തിയൊരു സിഗരറ്റ് കുറ്റി ലോറയുടെ അടുത്തേക്ക് ഉരുണ്ടുവന്നു. അവൾ അതെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ടു. ആ സിഗരറ്റ് കുറ്റി വന്നത് അവളുടെ തൊട്ടടുത്തുള്ള മുറിയായ ക്യാബിൻ 10ൽ നിന്നായിരുന്നു. അന്ന് വൈകുന്നേരം റിച്ചാർഡ് ഗസ്റ്റുകളോടെല്ലാം ക്ഷണം സ്വീകരിച്ചു വന്നതിനും ഫൗണ്ടേഷന് വേണ്ടി അവർ തന്ന ഭീമമായ സംഭാവനകൾക്കും നന്ദി പറഞ്ഞു. ആ പണമെല്ലാം ക്യാൻസർ ട്രീറ്റ്മെന്റ് നേടാൻ കഴിവില്ലാത്ത രോഗികൾക്ക് ലഭിക്കും. തന്റെ ഭാര്യയ്ക്ക് തീരെ വയ്യെന്നും നാളെ കാണാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഈ പാർട്ടിക്കായി പ്രശസ്ത സംഗീതജ്ഞനായ ഡാനിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഡാനി റിച്ചാർഡിന്റെ സഹോദരനാണ്. അപ്പോഴേക്കും ഡാനിയും തന്റെ സ്പീഡ് ബോട്ടിൽ അവിടെ എത്തുന്നു. അന്ന് രാത്രി പാർട്ടിക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെ കോറിഡോറിൽ വെച്ച് ബെന്നിനെ കണ്ട ലോറ അയാളെ ഒഴിവാക്കാൻ വേണ്ടി വേഗം അടുത്തുള്ള ക്യാബിൻ 10ലേക്ക് ഒളിച്ചു കയറുന്നു. അവിടെ സ്വർണ്ണ നിറത്തിലുള്ള മുടിയുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. താൻ കയറി വന്നതിന് ക്ഷമ ചോദിച്ച് ലോറ വേഗം മുറി വിട്ടിറങ്ങി. പാർട്ടിയിൽ വെച്ച് ലോറയ്ക്ക് താൻ മാത്രം വളരെ ഓവറായിട്ട് ഡ്രസ്സ് ചെയ്തതായി തോന്നി. മറ്റുള്ളവരെല്ലാം സാധാ ഡ്രസ്സ് ഇട്ടുകൊണ്ടായിരുന്നു വന്നത്. അവൾ ഇങ്ങനെ വളരെ നെർവസ് ആയിട്ട് നിൽക്കുമ്പോൾ ഹേദിയും ബെന്നും അവളുടെ ഡ്രസ്സ് അടിപൊളിയാണെന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. ഡിന്നറിന് ഇടയിൽ സുരക്ഷാ മേധാവിയായ സീഗ്രിഡ് ലോറയുടെ അടുത്ത് വന്നിട്ട് ഈ ഡിന്നറിന് ശേഷം ആൻ ലോറയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചു. പിന്നീട് സീഗ്രിഡ് അവളെ ഒരു ലൈബ്രറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആൻ അങ്ങോട്ട് വന്നു. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള ലോറയുടെ കഴിവ് കൊണ്ടാണ് താൻ അവളെ ക്ഷണിച്ചതെന്ന് ആൻ പറഞ്ഞു. അവർ ഇങ്ങനെ സംസാരിക്കുന്നതിനിടെ ആൻ വളരെ ശക്തിയായി ചുമക്കുന്നുണ്ടായിരുന്നു. താൻ മരുന്നുകൾ കഴിക്കുന്നത് നിർത്തിയെന്ന് ആൻ ലോറയോട് പറയുന്നു. ഇനി കുറച്ചുനാൾ മാത്രമേ താൻ ജീവിച്ചിരിക്കുകയുള്ളൂ. ബാക്കിയുള്ള ആ സമയം മരുന്നുകൾ കഴിച്ചു കളയാൻ തനിക്ക് താല്പര്യമില്ല. നോർവേയിലെ ഫംഗ്ഷനിൽ വെച്ച് വായിക്കാനുള്ള ഒരു പ്രസംഗം ആൻ ലോറയെ കാണിച്ചു. ആൻ തന്റെ സ്വത്ത് മുഴുവൻ ക്യാൻസർ ഫൗണ്ടേഷന് വേണ്ടി ദാനം ചെയ്യാൻ പോകുകയാണ്. ഇത് കണ്ട് അത്ഭുതത്തോടെ ലോറ ആനിനെ നോക്കുമ്പോൾ വർഷങ്ങളായി ഞങ്ങൾ എടുത്തതെല്ലാം ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് എന്ന് ആൻ മറുപടി നൽകി. നാളെ കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. ഇതിനുശേഷം തന്റെ മുറിയിലേക്ക് പോകുന്ന വഴി ബെൻ തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ മുമ്പ് നടന്നതിനെല്ലാം അയാൾ സോറി പറഞ്ഞു. അയാൾ പതിയെ അവളുമായി അടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. അന്ന് രാത്രി ഒരു പേടി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ലോറ അടുത്ത മുറിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരൊക്കെയോ തമ്മിൽ അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട്. അവൾ ബാൽക്കണിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ വെള്ളത്തിലേക്ക് എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. അവിടെ താഴെ വെള്ളത്തിൽ ഒരു സ്ത്രീ ഒഴുകി നടക്കുന്നത് അവൾ കണ്ടു. അടുത്തുള്ള ചുമരിൽ രക്തം പുരണ്ട കൈപ്പത്തിയുടെ ഒരു അടയാളവുമുണ്ട്. ലോറ ഉടൻ തന്നെ സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചു. അവർ അപ്പോൾ തന്നെ തിരച്ചിൽ തുടങ്ങുകയും ചെയ്തു. താൻ വെള്ളത്തിൽ കണ്ടത് ക്യാബിൻ 10ലെ സ്വർണ്ണമുടിയുള്ള സ്ത്രീയാണെന്ന് ലോറ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ പരിശോധനയിൽ എല്ലാ അതിഥികളും കപ്പലിൽ തന്നെ ഉണ്ടെന്ന് അവർ കണ്ടെത്തുന്നു. ക്യാപ്റ്റൻ പറയുന്നത് ക്യാബിൻ 10ൽ ആരും ഇല്ലെന്നും ബുക്ക് ചെയ്തയാൾ 2 ദിവസം മുമ്പ് യാത്ര റദ്ദാക്കിയിരുന്നുവെന്നുമാണ്. അവൾ ചുമരിൽ കണ്ട ബ്ലഡിന്റെ പാട് അപ്പോഴേക്കും അപ്രത്യക്ഷമായിരുന്നു. നേരത്തെ കണ്ട സിഗരറ്റ് തപ്പി ചവറ്റുകുട്ടയിൽ നോക്കിയപ്പോൾ അതിനകത്ത് ഒന്നുമില്ലായിരുന്നു. എല്ലാ ദിവസത്തിലും ചവറ്റുകുട്ടകൾ വൃത്തിയാക്കാറുണ്ടെന്ന് കാർല പറയുന്നു. ഇതൊക്കെ കേട്ട് ലോറ നിരാശയോടെ ഇരിക്കുമ്പോൾ ക്യാപ്റ്റൻ തിരച്ചിൽ അവസാനിപ്പിച്ച് ക്യാബിൻ 10 പൂട്ടിയിട്ടു. പിറ്റേന്ന് അവൾ റിച്ചാർഡിനെ സമീപിച്ചു. താൻ കണ്ട ക്യാബിൻ 10ലെ സ്ത്രീ കപ്പലിലെ ജീവനക്കാരിൽ ആരെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. റിച്ചാർഡ് അതിന് സമ്മതിക്കുകയും ചെയ്തു. അയാൾ കപ്പലിലെ ക്രൂ മെമ്പേഴ്സിനെ മുഴുവൻ കപ്പലിന്റെ ഡെക്കിൽ നിരത്തി നിർത്തി. പക്ഷെ ലോറയ്ക്ക് ആ സ്ത്രീയെ അക്കൂട്ടത്തിൽ കാണാൻ കഴിഞ്ഞില്ല. നിരാശയായ ലോറ ഇതിനുശേഷം അന്നയെ ചെന്ന് കണ്ടു. പക്ഷെ ആനയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. മരുന്നുകൾ എടുത്തിരിക്കുന്നത് കൊണ്ട് താൻ വളരെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അവൾ പറയുന്നു. ഇതിനുശേഷം അവൾ ബെന്നിനെ കാണുകയും താൻ ആ ക്യാബിനിൽ ഒരു സ്ത്രീയെ കണ്ട കാര്യം സത്യമാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. ആ സ്ത്രീ കപ്പലിൽ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഫോട്ടോ ബെൻ എടുത്തിട്ടുണ്ടാകുമല്ലോ എന്ന് മനസ്സിലാക്കി ലോറ ബെന്നിന്റെ ലാപ്ടോപ്പ് വാങ്ങി ഫോട്ടോകൾ പരിശോധിക്കാൻ തുടങ്ങി. ആ ഫോട്ടോകളൊന്നും കപ്പലിൽ വെച്ചുള്ളതല്ലെന്നും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡാനി
അറേഞ്ച് ചെയ്ത ഒരു പാർട്ടിൽ വെച്ചുള്ളതാണെന്നും ബെൻ പറയുന്നുണ്ടായിരുന്നെങ്കിലും അതിനിടയിൽ നിന്നും ഒടുവിൽ അവൾ ആ സ്വർണ്ണമുടിയുള്ള സ്ത്രീയുടെ ഫോട്ടോ കണ്ടെത്തി. ലോറ ആ ഫോട്ടോ റിച്ചാർഡിന് കാണിച്ചു കൊടുത്തു. ഇവരാണ് ക്യാബിൻ 10 താൻ കണ്ട സ്ത്രീ. പക്ഷേ അവരെ തനിക്കറിയില്ലെന്ന് പറഞ്ഞ് റിച്ചാർഡും ആദവും അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ആ ഫോട്ടോകൾ താൻ എടുത്തത് മാസങ്ങൾക്ക് മുമ്പുള്ള ആദമിന്റെ ഒരു പാർട്ടിൽ വെച്ചാണെന്ന് ബെൻ പറയുന്നു. ഇതിനിടയിൽ ഡോക്ടർ റോബർട്ട് ഇടപെട്ടു. ഇന്നലെ ലോറയ്ക്ക് സംഭവിച്ച കാര്യം അവളുടെ ഇൻഫോർമന്റ് മുങ്ങി മരിച്ചതിന്റെ ആ ട്രോമയിൽ നിന്നുണ്ടായ മാനസിക ആഘാതം കൊണ്ടായിരിക്കാം എന്ന് പറയുന്നു. ഇക്കാര്യം എങ്ങനെയാണ് ഡോക്ടർ അറിഞ്ഞതെന്നാണ് അവൾക്ക് അത്ഭുതം. ബെൻ ആയിരുന്നു ഇക്കാര്യം എല്ലാവരോടും പറഞ്ഞത്. ലോറയുടെ ബോസ് റോവനാണ് ഇക്കാര്യം ബെന്നിനോട് പറഞ്ഞത്. ഇത്ര പേഴ്സണൽ ആയിട്ടുള്ള കാര്യമൊക്കെ എന്തിനാണ് കപ്പലിലുള്ളവരോട് പറയുന്നത് എന്നും പറഞ്ഞ് ലോറ ബെന്നിനോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ ലോറയെ ആശ്വസിപ്പിക്കാനായി ഫോട്ടോയിലെ സ്ത്രീയെ കണ്ടെത്താൻ ശ്രമിക്കാമെന്ന് റിച്ചാർഡ് ഉറപ്പ് നൽകി. ലോറയ്ക്ക് വിശ്രമിക്കാൻ ഒരു സ്പാ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. എന്നാൽ സ്പാക്ക് ശേഷം ലോറ കുളിക്കുമ്പോൾ ആരോ അവളുടെ ഷവർ ഡോറിൽ സ്റ്റോപ്പ് എന്ന് എഴുതി വച്ചിരിക്കുന്നത് അവൾ കണ്ടു. അകത്ത് ആരാണ് വന്നതെന്ന് ലോറ അവിടെയുള്ള ജോലിക്കാരിയോട് ചോദിച്ചു. അപ്പോഴാണ് ആദം അടുത്തുള്ള മുറിയിൽ നിന്നും പുറത്തു വരുന്നത്. ഇത് നിങ്ങളായിരുന്നോ ചെയ്തത് എന്ന് ലോറ ചോദിക്കുമ്പോൾ അയാൾ അല്ല എന്ന് മറുപടി പറയുന്നു. അപ്പോഴാണ് അവിടെ ഒരു CCTV ക്യാമറയുള്ള കാര്യം ലോറ ശ്രദ്ധിച്ചത്. എന്നാൽ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി അതിഥികൾ വന്നതിന് ശേഷം ക്യാമറകൾ ഓഫാക്കിയെന്ന് കപ്പൽ ജോലിക്കാർ അവളോട് പറഞ്ഞു. ലോറ കുളിക്കാൻ പോയപ്പോൾ അവളുടെ മുടി ഡ്രെയിനേജിലൂടെ ഒഴുകി പോകുന്നത് കണ്ടു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം തോന്നിയത്. ക്യാബിൻ 10 സ്ത്രീയുടെ മുടിയും ആ റൂമിൽ തന്നെ കാണും. അത് കിട്ടിയാൽ ഒരു തെളിവാകുകയും ചെയ്യും. ലോറ ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് കപ്പലിലെ ബാൽക്കണിയിലൂടെ ക്യാബിൻ 10 വളരെ സാഹസികമായിട്ട് എത്താൻ ശ്രമിക്കുന്നു. അവളുടെ ഷൂ വെള്ളത്തിൽ വീണുപോയെങ്കിലും ക്യാബിൻ 10 വാഷ് ബേസിനിൽ നിന്ന് ലോറയ്ക്ക് സ്വർണ്ണ കളറുള്ള ഒരു മുടി കിട്ടുന്നു. അവൾ അത് ബെന്നിനെ കാണിച്ചു. ഇത് ആരുടെ മുടിയാണെങ്കിലും ആ സ്ത്രീയാണ് വെള്ളത്തിൽ വീണത്. ഇത് എന്റെ തോന്നലല്ല എന്ന് അവൾ പറഞ്ഞു. എന്നാൽ ഇതിലൊന്നും ഇടപെടരുതെന്ന് പറഞ്ഞ് ബെൻ അവളെ തടഞ്ഞു. കപ്പലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫോട്ടോയിലെ സ്ത്രീയെക്കുറിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാം. തൽക്കാലം ഇത് നിർത്തുക. ഈ കപ്പലിലുള്ളവർ സാധാരണക്കാരല്ല, വളരെ റിച്ചായ ഉന്നതരമായിട്ട് പിടിപാടൊക്കെയുള്ള ആളുകളാണ്. അവരുമായി നിങ്ങൾ കളിക്കരുത്, അത് അപകടമാണ് എന്ന് ബെൻ പറഞ്ഞു. അങ്ങനെ ലോറ ആ മുടി വാഷ് ബേസിനിൽ ഒളിപ്പിച്ചു. അന്ന് ഉച്ചഭക്ഷണ സമയത്ത് റിച്ചാർഡ് തന്റെ ഭാര്യയെക്കുറിച്ച് ഒരു പ്രസംഗം നൽകുകയും അതിനിടയിൽ വളരെ ഇമോഷണൽ ആവുകയും ചെയ്യുന്നു. ഇതിനുശേഷം എല്ലാവരും തിമിംഗലങ്ങളെ കാണാൻ പോയപ്പോൾ ലോറ കപ്പലിലെ ജോലിക്കാരുടെ ക്യാബിനിലേക്ക് ചെന്നു. അവൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ജോലിക്കാരെ കാണിച്ചു. ആരെങ്കിലും അവളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അവർ ആരും കണ്ടിട്ടില്ലായിരുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരാളെ കപ്പലിലേക്ക് കടത്താൻ കഴിയുമോ എന്ന് ലോറ ചോദിച്ചപ്പോൾ ഇതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്ന് അവർ പറഞ്ഞു. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ലോറ ഡോക്ടർ റോബർട്ടിനെ കാണുന്നു. സംശയം തോന്നിയ അയാൾ ജോലിക്കാരുടെ ക്യാബിനിൽ നിങ്ങൾ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുന്നു. താൻ കപ്പൽ മുഴുവൻ ചുറ്റി നടന്ന് കാണുകയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്നും പോകുന്നു. ലോറ തന്റെ മുറിയിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ വാഷ് ബേസിനിൽ ഒളിപ്പിച്ച ആ സ്വർണ്ണമുടി അവിടെ സേഫ് ആയിരിപ്പുണ്ടെന്ന് കണ്ടു. അവൾക്ക് താഴെ കിടന്ന് ആരുടെയോ വസ്ത്രത്തിലെ പൊട്ടിയ ബട്ടൺ ലഭിച്ചു. അവൾ വാഷ് ബേസിനിൽ നിന്ന് എടുത്ത മുടിയും ബട്ടണും ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി തന്റെ കോട്ടിൽ ഒളിപ്പിച്ചു. അപ്പോഴേക്കും തിമിംഗലങ്ങളെ കാണാൻ പോയവരെല്ലാം തിരിച്ചെത്തിയിരുന്നു. പിന്നീട് കപ്പലിന്റെ ഡെക്കിൽ നിന്ന് കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ അവളെ പിന്നിൽ നിന്ന് തള്ളിയിട്ടു. ലോറ നേരെ താഴെയുള്ള പൂളിലേക്കാണ് വീണത്. ആ തള്ളിയിട്ടയാൾ പൂളിന്റെ മൂടി അടക്കുകയും ചെയ്തു. അതോടെ ലോറ പൂളിനകത്ത് കുടുങ്ങി പോവുകയാണ്. അകത്തൊരു മുറിയിൽ ഇരിക്കുകയായിരുന്ന മറ്റുള്ളവർ ചില്ലിലൂടെ ലോറ പൂളിൽ കിടന്ന് അലറുന്നത് കാണുന്നു. അങ്ങനെ അവർ ലോറയെ അതിൽ നിന്ന് രക്ഷിച്ചെടുത്തു. ആരോ എന്നെ തള്ളി, ആരോ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് ലോറ എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആരും അവളെ വിശ്വസിച്ചില്ല. ഡോക്ടർ റോബർട്ടിന്റെ ഷർട്ടിൽ ഒരു ബട്ടൺ കാണാനില്ലെന്ന് ശ്രദ്ധിച്ച ലോറ നിങ്ങൾ എന്റെ മുറിയിൽ വന്നിരുന്നോ എന്ന് ചോദിച്ചു. അവളുടെ കോട്ട് അലക്കാൻ കൊടുത്തിരിക്കുകയാണെന്നാണ് അവിടുത്തെ ജോലിക്കാരി പറഞ്ഞത്. തന്റെ കോട്ട് കണ്ടെത്താൻ ലോറ ലോണ്ടറിയിലേക്ക് ഓടി. പക്ഷെ കോട്ടിനകത്ത് അവൾ സൂക്ഷിച്ചിരുന്ന ആ മുടി നഷ്ടപ്പെട്ടിരുന്നു. ആ മുടിയെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ലോറ ബെന്നിനോട് ദേഷ്യപ്പെട്ടു. സോറി, നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഞാൻ അവരോട് മുടിയുടെ കാര്യം പറഞ്ഞിരുന്നു എന്ന് ബെൻ അവളോട് പറയുന്നു. ഈ സംഭവങ്ങളൊക്കെ കണ്ടു ഭയന്ന പാട്ടുകാരൻ ഡാനി ലോറ ഭ്രാന്തിയാണ്, എനിക്ക് കുഴപ്പത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കപ്പലിൽ നിന്നും പോകുന്നു. ഇതോടെ ലോറ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് കരുതി മറ്റുള്ളവർക്കും അവളോട് ദേഷ്യമാകുന്നു. എന്നാൽ അന്ന് രാത്രി ലോറ മുറിയിലിരിക്കുമ്പോൾ ആരോ അവളുടെ വാതിലിൽ മുട്ടുന്നത് കേൾക്കുന്നു. ലോറ പുറത്തു നോക്കിയപ്പോൾ ആരോ നടന്നു പോകുന്നത് കണ്ടു. ക്യാബിൻ 10 അവൾ കണ്ട അതേ സ്ത്രീയാണതെന്ന് അവൾക്ക് മനസ്സിലായി. അവരെ പിന്തുടർന്ന് അവസാനം കപ്പലിന്റെ എഞ്ചിൻ റൂമിന്റെ അടുത്ത് വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. നോക്കൂ, നിങ്ങൾ എന്നെ കണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഇത് ഇവിടെ വിട്ടേക്കുക. കുളിക്കുന്നതിനിടയിൽ സ്റ്റോപ്പ് എന്ന് എഴുതിയതും ലോറയെ തള്ളിയിട്ടതും താനല്ലെന്നും അവൻ നിങ്ങളെ കൊല്ലും എന്നും അവൾ പറഞ്ഞു. ഈ പെൺകുട്ടി ആൻ തന്നെയാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ലോറ തന്റെ ഐഡന്റിറ്റി കണ്ടതുകൊണ്ട് അവൾ ലോറയെ അടിച്ച് ബോധം കെടുത്തി താഴത്തെ മുറിയിൽ പൂട്ടിയിടുന്നു. കുറച്ചു കഴിഞ്ഞ് ഉണർന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിക്കുന്നു. പക്ഷെ വാതിൽ വളരെ ഉയരത്തിലായിരുന്നു. അവിടെ കിടന്ന ലോറ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങുന്നു. താൻ ആദ്യം ക്യാബിൻ 10 കണ്ട പെൺകുട്ടി ശരിക്കും ആൻ ആയിരുന്നില്ല, അത് മറ്റൊരാളായിരുന്നു. അവൾ അന്നു മുതൽ ആൻ ആയി അഭിനയിക്കുകയായിരുന്നു. പക്ഷെ വെള്ളത്തിൽ വീണതായി താൻ കണ്ടത് യഥാർത്ഥ ആൻ തന്നെയായിരുന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടി അവിടേക്ക് വന്നു. നിങ്ങൾ ആൻ അല്ലെന്ന് എനിക്കറിയാം, ആൻ മരുന്ന് നിർത്തിയ കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒരു സ്ത്രീ വെള്ളത്തിൽ വീണത് കണ്ടതായി ലോറ പറഞ്ഞതിന്റെ പിറ്റേന്ന് അവൾ ആനിനെ കാണാൻ ചെന്നിരുന്നു. അന്ന് ആൻ അവളോട് പറഞ്ഞത് താൻ മരുന്ന് കഴിച്ചിരിക്കുന്നതിനാൽ ക്ഷീണിച്ചിരിക്കുകയാണെന്നും ഇപ്പോ സംസാരിക്കാൻ പറ്റില്ലെന്നുമാണ്. എന്നാൽ ആദ്യമായി ലോറ ആനിനെ കണ്ട ദിവസം അവർ പറഞ്ഞിരുന്നത് താൻ മരുന്ന് കഴിക്കൽ നിർത്തിയെന്നാണ്. ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ലോറയോട് പറയാൻ തുടങ്ങി. ആ രാത്രി തൊട്ടടുത്ത മുറിയിൽ റിച്ചാർഡ് ഉണ്ടായിരുന്നു. ആൻ തനിക്ക് അനന്തരാവകാശം നിഷേധിക്കാൻ പോവുകയാണെന്ന് അയാൾ അറിഞ്ഞിരുന്നു. മുഴുവൻ സ്വത്തുക്കളും അവൾ ചാരിറ്റിക്ക് സംഭാവന കൊടുക്കുകയാണ്. അവൻ ലാൾസിന്റെ AI സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആന്റെ രൂപ
രൂപസാദൃശ്യമുള്ള കാരി എന്ന സ്ത്രീയെ കണ്ടെത്തി. ശേഷം അവൾക്ക് പണവും വാഗ്ദാനം ചെയ്ത് പാർട്ടിക്ക് ക്ഷണിച്ചു. ഒരു ദിവസത്തേക്ക് മാത്രം ആൻ ആയി അഭിനയിക്കുകയായിരുന്നു അവളുടെ ജോലി. നോർവേയിൽ നടക്കുന്ന മീറ്റിംഗിൽ വെച്ച് സ്വത്ത് മുഴുവൻ റിച്ചാർഡിന്റെ പേരിൽ എഴുതി വെക്കണം. എന്നാൽ യഥാർത്ഥ ആൻ അവരെ ക്യാബിൻ 10 വെച്ച് ഒരുമിച്ച് കണ്ടു. റിച്ചാർഡ് ആനിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിടിവലിക്കിടെ റിച്ചാർഡ് അവളെ കൊന്നു. ശേഷം അവൻ അവളെ വെള്ളത്തിലേക്ക് എറിയുകയും ബാൽക്കണിയിലെ രക്തം വൃത്തിയാക്കുകയും ചെയ്തു. കാരിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ ഇതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ തന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി റിച്ചാർഡിനൊപ്പം അവൾക്ക് നിൽക്കേണ്ടി വന്നു. അവൻ നിങ്ങളെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കരാർ ഒപ്പിട്ട ശേഷം അവൻ നിങ്ങളെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ലോറ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ കാരി റിച്ചാർഡിന്റെ പദ്ധതി പിന്തുടരാൻ തന്നെ തീരുമാനിച്ചു. അവൾ ആൻ ആയി എല്ലാവർക്കും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ലോറയ്ക്ക് കപ്പലിനുള്ളിൽ നിന്ന് അവരുടെ ആഘോഷത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. ലോറയെ കാണാൻ വേണ്ടി ബെൻ അവളുടെ മുറിയുടെ പുറത്തെത്തിയപ്പോൾ ലോറയ്ക്ക് സുഖമില്ല, അവളെ ഉറങ്ങാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് ഡോക്ടർ റോബർട്ട് പുറത്തു വന്നു. റോബർട്ടും കപ്പലിന്റെ ക്യാപ്റ്റനും റിച്ചാർഡിനൊപ്പമായിരുന്നു. ലോറയെ കാണാനില്ലെന്ന് അറിഞ്ഞത് മുതൽ അവർ ഈ സമയമൊക്കെ കപ്പലിൽ ലോറയെ തിരയുകയായിരുന്നു. അവളെ കൊന്നുകളയാനാണ് റിച്ചാർഡ് റോബർട്ടിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ റോബർട്ടിന് ഇക്കാര്യത്തിൽ നല്ല ഭയമുണ്ടായിരുന്നു. ആനയെ ഇത്രയും നാൾ അയാൾ മരുന്ന് കുത്തിവെച്ച് പതിയെ കൊല്ലുകയായിരുന്നു. ആൻ എന്തായാലും മരിക്കാൻ പോകുന്ന ആളാണ്. പക്ഷേ ഇത് അതുപോലെയല്ല, ഇതൊരു കോൾഡ് ബ്ലഡ് മർഡർ ആണെന്നാണ് റോബർട്ട് പറയുന്നത്. ഇത് കേട്ട് റിച്ചാർഡ് അയാളെ ഭീഷണിപ്പെടുത്തി. ആനയെ അയാൾ മരുന്ന് കുത്തിവെച്ചതിന് തന്റെ കയ്യിൽ തെളിവുകളുണ്ട്. താൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ റോബർട്ടിന് ജയിലിൽ പോവേണ്ടി വരും. അതോടെ റോബർട്ട് ലോറയെ കൊല്ലാമെന്ന് സമ്മതിക്കുന്നു. അവരുടെ സംഭാഷണം കാരി കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി റിച്ചാർഡ് ഉറങ്ങിയ ശേഷം അവൾ ലോറയുടെ അടുത്തേക്ക് പോയി. റോബർട്ട് ലോറയെ കൊല്ലാൻ വരുമെന്ന് അവളെ അറിയിച്ചു. പോലീസിന്റെ അടുത്ത് പോകാനാണ് ലോറ കാരിയോട് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ചെയ്താൽ ആൾമാറാട്ടത്തിന് കാരിയെയും പോലീസ് അറസ്റ്റ് ചെയ്യും. ആ വിൽപത്രത്തിൽ ഒപ്പിട്ടാൽ കാരിയെയും അയാൾ കൊല്ലുമെന്ന് ലോറ അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷെ കാരി അത് അവഗണിച്ചു. 2 മണിക്കൂറിനുള്ളിൽ ബോട്ട് അവിടെ എത്തും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഡോർ തുറന്നിട്ടേക്കാം എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് കപ്പലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള അനൗൺസ്മെന്റ് വന്നു. ശേഷം അതിഥികളെല്ലാം കപ്പലിൽ നിന്ന് ഇറങ്ങി ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കുള്ള ബോട്ടിൽ കയറാൻ തുടങ്ങി. ഈ സമയം ബെൻ ലോറയെ വിളിക്കാൻ വേണ്ടി അവളുടെ മുറിക്ക് പുറത്തെത്തി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കാർല അയാളെ തടഞ്ഞു. റോബർട്ട് അവൾക്കൊരു സെഡേറ്റീവ് കൊടുത്തിരിക്കുകയാണ്. അവൾ ഉണരുമ്പോൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ബെന്നിനെ അവർ തിരിച്ചയച്ചു. ബെൻ കപ്പലിൽ നിന്നിറങ്ങി ബോട്ടിലേക്ക് കയറാൻ തുടങ്ങിയെങ്കിലും ലോറയെ തനിച്ചാക്കി പോകുന്നത് ശരിയല്ലെന്ന് തോന്നി അയാൾ തിരികെ കപ്പലിലേക്ക് തന്നെ കയറുന്നു. അതേസമയം ലോറ പുറത്തു വന്ന് ലൈബ്രറിയിൽ കടന്ന ശേഷം ആന്റെ യഥാർത്ഥ വിൽപത്രം അവളുടെ ഡ്രോയറിൽ നിന്നെടുത്തു. കപ്പലിലെ റേഡിയോ ഉപയോഗിച്ച് സഹായത്തിനായി വിളിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ഡോക്ടർ റോബർട്ട് അങ്ങോട്ട് എത്തിയിരുന്നു. അയാളുടെ കയ്യിൽ ലോറയെ കൊല്ലാൻ വേണ്ടി മരുന്ന് കുത്തിവെക്കാനുള്ള ഒരു സിറിഞ്ചും ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചെങ്കിലും ഡോക്ടറും ക്യാപ്റ്റനും ചേർന്ന് അവളെ പിടികൂടി. ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരുങ്ങുമ്പോൾ ബെൻ അങ്ങോട്ടെത്തി അയാളെ തടഞ്ഞു. പക്ഷേ പിന്നീടുണ്ടായ പിടിവലിക്കിടയിൽ റോബർട്ട് ആ ഇഞ്ചക്ഷൻ ബെന്നിന്റെ കഴുത്തിൽ കുത്തിവെക്കുന്നു. ഇഞ്ചക്ഷന്റെ ഫലമായി ബെൻ തളർന്നു വീണു. റോബർട്ട് ലോറയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ബെൻ എഴുന്നേറ്റ് വന്ന് അവളെ വീണ്ടും സഹായിച്ചു. റോബർട്ടിന്റെ കഴുത്ത് ഞെരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബെൻ ഇഞ്ചക്ഷന്റെ ഫലമായി മരിച്ചു വീഴുന്നു. അവിടെ നിന്നും ഓടിയ ലോറ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി. പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അവൾ എങ്ങനെയോ നീന്തി കരയിലെത്തി. പക്ഷെ തണുപ്പ് കാരണം അവളുടെ നില വളരെ മോശമായിരുന്നു. അവൾ അടുത്തുള്ള ഒരു വീട്ടിൽ കയറി തീ കത്തിച്ചു. അതേസമയം ലോറ തണുത്തുറഞ്ഞ വെള്ളത്തിൽ അതിജീവിക്കില്ലെന്ന് റോബർട്ട് റിച്ചാർഡിനോട് പറയുന്നു. വിൽപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ കാരിയെയും ഇല്ലാതാക്കണം. അതാണ് റിച്ചാർഡിന്റെ പ്ലാൻ. ആൻ ആയി അഭിനയിച്ച കാരി തന്റെ മനസ്സ് മാറിയ കാര്യം അഭിഭാഷകരെ അറിയിക്കുകയും സ്വത്ത് മുഴുവൻ റിച്ചാർഡിന്റെ പേരിലാക്കി പേപ്പറുകളിൽ ഒപ്പിടുകയും ചെയ്തു. ഫംഗ്ഷൻ നടക്കുന്ന ഗാലയിലേക്ക് ലോറയും രഹസ്യമായി എത്തുന്നു. പക്ഷേ സുരക്ഷാ മേധാവിയായ സിഗ്രിഡ് അവളെ കണ്ടു. യഥാർത്ഥ ആൻ മരിച്ചുപോയി. ഇവിടെയുള്ളത് മറ്റൊരാളാണ്. റിച്ചാർഡിന് തന്റെ സ്വത്ത് കൊടുക്കാൻ ആൻ വിസമ്മതിച്ചതുകൊണ്ട് അവൻ അവളെ കൊന്നു എന്ന് ലോറ അവളോട് പറഞ്ഞു. ആൻ ആ ഫംഗ്ഷനിൽ പറയാനിരുന്ന കാര്യങ്ങൾ അടങ്ങിയ ലെറ്റർ കാണിച്ച് ഇത് സത്യമാണെന്ന് അവൾ പറഞ്ഞു. ഇത് തെളിയിക്കാനായി ലോറ ആ ഗാലയിലെത്തി. റിച്ചാർഡ് സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ലോറ പെട്ടെന്ന് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് നടന്നു. അവൾ മൈക്രോഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. റിച്ചാർഡ് അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും അവളെ സംസാരിക്കാൻ അനുവദിക്കൂ എന്ന് കാരി പറഞ്ഞു. എന്നാൽ റിച്ചാർഡിന്റെ കൽപ്പന പ്രകാരം സെക്യൂരിറ്റി ഗാർഡുകൾ ലോറയെ പിടികൂടാൻ ഓടിയെത്തി. എന്നിരുന്നാലും ആൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോറയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ജനക്കൂട്ടം അവളെ പിന്തുണച്ചു. എല്ലാവരുടെയും മുന്നിൽ ലോറ ആന്റെ യഥാർത്ഥ വിൽപത്രം വെളിപ്പെടുത്തി. തന്റെ പണമെല്ലാം ഫൗണ്ടേഷന് സംഭാവന ചെയ്യാൻ ആൻ ആഗ്രഹിച്ചിരുന്നു. റിച്ചാർഡ് വേഗത്തിൽ മൈക്രോഫോൺ കട്ട് ചെയ്യാൻ ഉത്തരവിട്ടു. പക്ഷെ ലോറ സംസാരിക്കുന്നത് നിർത്തിയില്ല. ലോറ പറയുന്നത് സത്യമാണെന്ന് കാരിയും സമ്മതിച്ചു. അപ്പോൾ റിച്ചാർഡ് ഈ സ്ത്രീ യഥാർത്ഥ ആൻ അല്ല എന്ന് ആക്രോശിച്ചു. ലോറ അവന്റെ കണ്ണിൽ നോക്കി ചോദിച്ചു, എങ്കിൽ യഥാർത്ഥ ആൻ എവിടെ? നിങ്ങൾ അവളെ എന്ത് ചെയ്തു? പെട്ടെന്ന് റിച്ചാർഡ് കാരിയെ പിടിച്ച് അവളുടെ കഴുത്തിൽ കത്തിവെച്ചു. അവൻ അവളെ വലിച്ചു കഴിച്ച് ഡോക്കിലേക്ക് നടന്നു. ബോട്ടിൽ രക്ഷപ്പെടാനായിരുന്നു അവന്റെ പദ്ധതി. പക്ഷെ ലോറ അവനെ പിന്തുടർന്നു. ദൂരെ നിന്ന് സിഗ്രിഡ് റിച്ചാർഡിനെ വെടിവെച്ചു. വെടിയേറ്റ ശേഷവും റിച്ചാർഡ് കാരിയെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോഴാണ് ലോറ ഓടിയെത്തി സ്വന്തം കത്തി കൊണ്ട് അവനെ കുത്തുന്നത്. അപ്പോഴേക്കും പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തുന്നു. പിന്നീട് ലോറ ഈ സംഭവങ്ങളെ പറ്റി ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്നു. കാരി അവളുടെ മകളോടൊപ്പം സുരക്ഷിതമായി ജീവിക്കുന്നു. ഇവിടെ ഈ സിനിമ അവസാനിക്കുകയാണ്.